എന്റെ ദൈവം തമ്പുരാനെ, എന്റെ മോനെ അങ്ങനെ ഗൾഫിന് വിടുക. എന്തോ ചെയ്യാനാ? എടാ മരമാക്രി, എന്തോ അമ്മ ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയല്ലോടാ നിന്നെ ഞാനിപ്പം ഗൾഫിലോട്ട് വിടുന്നത്. ഇപ്പൊ ഒരു മുട്ടനാടിനെ പിടിച്ചു വിറ്റ് പിടിപറ്റാത്ത ഒരു തേക്കും വെട്ടി വിറ്റിട്ടാ നിന്നെ ഗൾഫിന് വിടുന്നത്. അവൻ അവിടെ നിന്നോട്ട് മൊബൈലിനകത്ത് കളിച്ചോണ്ടിരിക്കോ. അമ്പിളിയുടെ മോളുമായിട്ടുള്ള ചാറ്റിങ് നിർത്തിക്കോ. വെച്ച് ഫോൺ അച്ചാറെടുത്ത് വെച്ചോ? ഇല്ല വെച്ചില്ല. വെച്ചില്ലയോ? അച്ചാറെടുത്ത് 2 കുപ്പിക്കകത്ത് അച്ചാറെടുത്ത് വെക്കണമെന്ന് പറഞ്ഞേ. വെക്കാം. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാം. ഓച്ചിറെ പോയപ്പോ ഈന്തപ്പഴം വാങ്ങിച്ചോണ്ട് വന്നത് ചെറുതും വലുതുമായിട്ടുള്ള പൊതികളിലാ പൊതി ഞാൻ തന്നേക്കുന്നത്. ഇത് വലുത്. ചെറിയ പൊതി എന്ത്? ചെറിയ പൊതി കണ്ടേ. ഈ ചെറിയ പൊതി രാജുവിന്റെ മോന് കൊടുക്കണം. വലിയ പൊതി അവിടുത്തെ അറബിക്ക് കൊടുക്കണം കേട്ടോ. ഈന്തപ്പഴം. പിന്നെ വേറൊരു കാര്യം നിന്നോട് ഞാൻ പറയാം. മിനിയുടെ മോള് വിളിച്ചു പറഞ്ഞത് ഇത് എന്തോ അതിന്റെ അകത്തിട്ട് എന്തേലും പണിതോണ്ടേ നീന്തപ്പഴം. മിനിയുടെ മോള് വിളിച്ചായിരുന്നു, ഞാൻ പറഞ്ഞു കേട്ടോ. മിനിയുടെ മോള് വിളിച്ച് പറഞ്ഞിട്ട് അറബിയുടെ അവിടെ പണിക്ക് ചെന്ന് കഴിഞ്ഞാല് 1 വർഷമൊക്കെ പണിക്ക് നിന്ന് കഴിഞ്ഞാൽ അറബി ഗർഭം തരും. എനിക്ക് നീ ഒരുത്തനേ ഉള്ളൂ കാണാനും കേൾക്കാനും സംസാരിക്കാനും എല്ലാം. എന്റെ പൊന്നു മോൻ അറബിയുടെ അവിടെ വീട്ടിൽ പോകുവോ കഴിക്കുവോ അവിടെ നിന്ന് സംസാരിക്കുകയോ ചെയ്യരുത്. പണിക്ക് പോവാ നിന്റെ റൂമിൽ വരുവാ കേട്ടോ. ഗർഭമല്ല, ദർഹം അവിടുത്തെ പൈസയാ. ഇവിടെ ആരുമില്ലേ? എത്ര ഇങ്ങോട്ട് വന്നേ. അച്ഛനും അമ്മയും ഉണ്ടോ വീട്ടില്? അച്ഛനും അമ്മയ്ക്ക് വീട്ടിലുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് ഈ മുറ്റത്ത് വന്നിട്ട് ആരുമില്ലേ എനിക്കാരുമില്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒപ്പിച്ചു തരും. എനിക്കാരുമില്ലേ എന്നല്ല ചോദിച്ചേ, ഇവിടെ ആരുമില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഇവിടെ നിൽക്കുന്ന കണ്ടില്ലേ, എന്തോ കാര്യം പറഞ്ഞാട്ടാ. ഞാനേ ഇപ്പൊ വന്നത് അതായത് നമ്മൾ ഈ ഓൺലൈൻ ബുക്കിംഗ് പ്രകാരം വീടുകളിൽ പോയി കൈ നോക്കുകയാണ്. പക്ഷിശാസ്ത്രം അതുകൊണ്ട് ഇറങ്ങിയതാണ്. ഇന്ന് 70 വീട് എനിക്ക് ബുക്കിംഗ്. ആണോ? ഒന്നിൻ്റെ അതുമല്ല. ഈ 70 വീട് തുടങ്ങുന്നതിന് മുമ്പ് പശ്ചില ഒരു ഐശ്വര്യമായിട്ടൊരു വീട് കണ്ടപ്പോ ഇവിടെ തുടങ്ങാം എന്ന് കരുതി. തുടങ്ങിക്കോ. പക്ഷെ എനിക്ക് ഇതിനോട് ഒട്ടും വിശ്വാസമില്ല. അങ്ങനെ വാശി പിടിക്കരുത്. വിശ്വാസമില്ലെന്ന്. ചെടിപ്രേമി അല്ലയോ? മുറ്റ കയറി വരുന്ന വഴിക്ക് മൊത്തം ചെടിയാണല്ലോ. അത് കാട് പിടിച്ച് കിടക്കുക. കാടാണ്. അത് ശരി. ഇടയ്ക്ക് എവിടെയോ തെറ്റി. അതെന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പണിക്ക് വന്ന ഒരു പണിക്കാരനുണ്ടായിരുന്നു കാട് വെട്ടാൻ വന്നേ. ഇവൻ പൈസ ചോദിച്ചു, അവനുമായിട്ട് തെറ്റി. ഞാനൊരു അതല്ല ചോദിച്ചത്. പിന്നെ ഈ ഇടയ്ക്ക് എവിടെയോ ഒരു തെറ്റി കണ്ടായിരുന്നു. തെറ്റി കമ്പ്. അതിന്റെ ഒരു കമ്പ് എനിക്ക് തരണം. അത് ഇവിടെ തരാൻ പറ്റത്തില്ല. നിങ്ങൾ വന്ന കാര്യം പറയൂ. ഞാൻ 1-2 ചോദ്യം ചോദിക്കാം. ഞാൻ പറഞ്ഞ സത്യമാണോ എന്ന് പറയണം. 10ാം ക്ലാസ് ജയിക്കാതെ +1നോ +2നോ പോകാൻ പറ്റത്തില്ല, ശരിയാണോ? അത് ശരിയാ. ഓക്കെ അല്ലേ? മേപ്പോട്ട് നോക്കാതെ ചന്ദ്രനെ കാണാൻ പറ്റത്തില്ല, ശരിയാണോ? ശരി. നിങ്ങളുടെ ജനന തീയതി 1978. അത് കറക്റ്റാ. ആണോ? അതായത് നിങ്ങളുടെ പേര് വ്യഞ്ജനാക്ഷരത്തിൽ തുടങ്ങുന്ന ആ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നു. അവിടെ തെറ്റി. എന്തോ വ്യഞ്ജനാക്ഷരമാണോ? അപ്പൊ നിങ്ങൾക്ക് അറിയാം. സ്വരാക്ഷരത്തിലെ ആയാണ്. അപ്പൊ ആയി തുടങ്ങി കായി അവസാനിക്കുന്നു. എന്തോത്തിന്റെ കോവയ്ക്ക. പോയിട്ട് എന്ന് വരും? എവിടാ? കോവയ്ക്ക് പോയിട്ടാ. പെണ്ണുമുള്ള അതല്ല പറഞ്ഞത്. കായില്ല, കാ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്നു. അത് ശരി. അപ്പൊ ശരിയാണോ? ആയി തുടങ്ങി കായിൽ അവസാനിക്കുന്നു. കറക്റ്റാ പറഞ്ഞത്. അംബിക. അതുവരെ ഓക്കെ. അതുവരെ ഓക്കെ. പക്ഷെ എന്നാലും എനിക്ക് ഇതിനോട് വിശ്വാസമല്ല. ഒരു കാര്യം വിശ്വാസമല്ല. നിങ്ങൾക്ക് എന്തിനും വിശ്വാസമല്ല? അല്ല, എനിക്ക് അകത്ത് ഒത്തിരി പണി കിടപ്പുണ്ട്. ഞാൻ പോവാ. നിങ്ങൾക്ക് 2 ആൺമക്കൾ. ഇവിടെ എന്തോ അനർത്ഥം സംഭവിക്കാൻ പോകുന്നു. അത് കറക്റ്റാ. ശരിയെന്നാ നിങ്ങൾക്ക് വിശ്വാസം ഇല്ല? ഞാൻ പോട്ടെ. സാമിയോ? സാറോ? ഞാൻ എന്തോ വിളിക്കണം? എനിക്കറിയത്തില്ല. അല്ല, ഇതിനെന്തെങ്കിലും പ്രതിവിധി ചെയ്യാൻ പറ്റുമോ? പ്രതിവിധി ഉണ്ട്, പറഞ്ഞല്ലോ. ആദ്യം ഒരു കാര്യം ചെയ്യ്. ഇരിക്കൂ. ഇരുന്നിട്ട് ചീട്ടെടുക്കൂ. അതിനല്ലേ നിങ്ങൾ തത്തെ കൊണ്ട് നടക്കണം ചീട്ടെടുക്കാൻ? അതല്ല താമസിച്ചത്. അതെന്തോ താമസിക്കുന്നത്? എന്റെ പൊന്നു ചേച്ചി, ഞാൻ ഈ തത്തെ കൊണ്ട് വരാൻ താമസിക്കാൻ കാരണം ഈ തത്തയ്ക്ക് ഭയങ്കര പനി.